നമ്മൾ ഒരു ക്രിപ്റ്റോ ടോക്കണിനെ കുറിച്ച് ഒരുപാട് മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് ബേസിക്കലി നരേറ്റീവ്സ് എങ്ങനെയാണ്, ടോക്കണോമിക്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ടൈപ്പ് ടോക്കൺസ് ഉണ്ട്, യൂട്ടിലിറ്റി എന്തൊക്കെയാണ്, ഇങ്ങനെ ഒരുപാട് മനസ്സിലാക്കി. ഇനിയും നമുക്ക് ഒരുപാട് മനസ്സിലാക്കാനുമുണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ടോക്കൺ ലോഞ്ചിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ടോക്കൺ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആകുന്നതിന് മുമ്പ് പല സ്റ്റെപ്പുകളിലൂടെ കടന്നിട്ടാണ് ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഫുൾ ഫ്ലോ അറിഞ്ഞാൽ മാത്രമേ ഏത് പോയിന്റിലാണ് ഈ ടോക്കൺ നിൽക്കുന്നതെന്നും അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ കറക്റ്റ് ടൈമാണോ എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. എന്തൊക്കെയാണ് ഒരു ടോക്കൺസ് കടന്നു പോകുന്ന ഡിഫറെന്റ് പ്രോസസ്സ്? സോ ബേസിക്കലി ഒരു ടോക്കൺ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് പബ്ലിക്കലി എല്ലാവർക്കും ഈസിലി ട്രേഡിംഗിൽ അവൈലബിൾ ആകുന്നതിന് മുമ്പ് 5 സ്റ്റേജിലൂടെ കടന്നു പോകും. ഒന്നാമത്തെ സ്റ്റേജ് ആണ് സാഫ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ റൗണ്ടാണ് പ്രൈവറ്റ് അല്ലെങ്കിൽ സീഡ് റൗണ്ട് എന്ന് പറയുന്നത്. പിന്നീട് വരുന്നതാണ് പ്രീസെയിൽ റൗണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പോപ്പുലർലി നമ്മൾ കേൾക്കുന്ന ICO IEO റൗണ്ടുകൾ വരുന്നത്. അതും കഴിഞ്ഞ ശേഷം ഏറ്റവും അവസാനമാണ് പബ്ലിക്കലി ലിസ്റ്റഡ് ആകുന്നത് ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലൊക്കെ. അതും ഏറ്റവും ലോ ടയർ എക്സ്ചേഞ്ചുകളിലായിരിക്കും സാധാരണ ലിസ്റ്റ് ആവുക.